ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യം അവരോട് ചോദിക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടിയിട്ടില്ല, എന്ത് നടപടി എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ട് എങ്കിൽ KSIDCക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അവർക്കതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യത്തിനെ പറ്റി അവർ മിണ്ടിയിട്ടില്ല. അതൊരുപക്ഷെ മിണ്ടേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഈ ഭാഗം അവർ കോടതിയിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ആയിട്ടുള്ള ബന്ധത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗത്തും അവർ ഈ രീതിയിൽ ഒരു വിശദീകരണം CMRLനോട് ചോദിച്ചിരിക്കുന്നതിനെ പറ്റി അവരൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. ഈ CMRLുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിനെ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടുത്തെ പ്രശ്നം എന്നതിനെപ്പറ്റി അവിടെ ഒരു ഡയറക്ടറുള്ള KSIDC അവരോട് വിശദീകരണം ചോദിക്കുന്നു. അപ്പോൾ അത് വിശദീകരണം ചോദിക്കുന്നത് നിയമപരമാണ് എന്നും അതിനുള്ള അവകാശാധികാരങ്ങൾ അവർക്കുണ്ട് എന്നും അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു പൊതുതാൽപര്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുകയും അവർ ഈ NCLT അപ്രോച്ച് ചെയ്യാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണ്. അവരുടെ ചുമതലകൾ അവർ ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്നത് ഏത് കമ്പനിയെ പറ്റിയാണ്? CMRLൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡയറക്ടറുള്ള KSIDCയെ പറ്റിയാണ്. KSIDC കേരള ഹൈക്കോടതിയിൽ പോകുന്നത് കേവലം ഒരു സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു പെറ്റീഷൻ നമ്മൾ പരിശോധിച്ചാൽ അത് കാണാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്നതുകൊണ്ടും, അതായത് അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ട് നടക്കുന്ന നടപടികളെല്ലാം തന്നെ ഇല്ലീഗലാണ്, അത് അധികാര ദുർവിനിയോഗമാണ്, അതിൽ പൊതുതാൽപര്യമില്ല എന്നതുകൊണ്ട് ഈ ഓർഡർ ക്വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു എൻക്വയറിയുടെ ആവശ്യമേ ഇല്ല, സ്റ്റേ പോലുമല്ല പറയുന്നത്. പക്ഷേ ഈ ഉത്തരവ് ക്വാഷ് ചെയ്യണം. കാരണം അതിൽ അവർ പറയുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള നീതി അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ROC ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ SFI ഒക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറാണ്. അതിൽ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഓർഡർ പുറത്താക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള റീസൺസും അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിയുടെ വയലേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിതിനെപ്പറ്റി അങ്ങനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം പിന്നീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ മനോരമ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് CMRLനോട് KSIDC വിശദീകരണം ചോദിക്കുകയും എന്നാൽ ആ വിവരം അവർ ഈ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 2023 കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 27 മലയാള മനോരമയുടെ ചീഫ് റിപ്പോർട്ടർ നൽകിയിരിക്കുന്ന ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് KSIDC കൊടുത്തിരിക്കുന്ന അവരുടെ റിപ്ലൈ ആണ്. ആ റിപ്ലൈയിൽ, അപേക്ഷയുടെ മറുപടിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ്: എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കും അതിൻ്റെ ഉടമയ്ക്കും പണം നൽകിയതായി ബന്ധപ്പെട്ട ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ കണ്ടെത്തലിൽ CMRLനോട് KSIDC റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ നടപടിയുടെ വിശദാംശങ്ങൾ കമ്പനിയിൽ നിന്ന് ആരാഞ്ഞിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർഡർ ഉണ്ടാവുകയും ആ ഓർഡറിൽ CMRLനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു 13.4% സ്റ്റേക്കുള്ള നമ്മുടെ KSIDC എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതിന് ശേഷം തന്നെ ഇപ്പോൾ ഏതാണ്ട് 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലമായിട്ടുണ്ട്. ഇനി അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇവരുടെ ഉത്തരം മറുപടി ലഭ്യമായിട്ടില്ല എന്നാണ്. അപ്പോൾ ലഭ്യമായിട്ടില്ല ഒക്ടോബർ മാസം 27 വരെയും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി ആ മേൽ വിഷയത്തിൽ എന്ത് നടപടിയാണ് KSIDC സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചു, അവിടെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നത് എന്തോ ഒരു അധികാരമുള്ളത് കൊണ്ടാണല്ലോ KSIDC ചോദിക്കുക. അത് ചോദിച്ചിട്ടുണ്ട്, അതിൽ മറുപടി കിട്ടിയിട്ടില്ല. ഇനി അതിൽ എന്ത് തീരുമാനം വേണമെന്നുള്ളതിനെപ്പറ്റി അവർ ഒക്ടോബർ മാസം 27 അവരെടുത്തിട്ടില്ല. ഇനി നോക്കൂ, ഇവിടെ എക്സിബിറ്റ് 8 എന്ന് പറഞ്ഞിട്ട് അവർ ഹാജരാക്കിയിരിക്കുന്ന CMRLൻ്റെ ROCയുടെ അല്ലെങ്കിൽ SFIയുടെ ഈ എൻക്വയറി ഓർഡറുണ്ട്. ആ ഓർഡറുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരിക്കുന്ന മറുപടിയും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്കിതുമായിട്ടുള്ള ബന്ധത്തിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗത്തും അവർ ഈ രീതിയിലൊരു വിശദീകരണം CMRLനോട് ചോദിച്ചിരിക്കുന്നതിനെപ്പറ്റി അവരൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. പകരം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾക്ക് CMRL എന്ന് പറയുന്ന കമ്പനിയിലേക്ക്
ഒരു ലിമിറ്റഡ് റിലേഷൻഷിപ്പ് മാത്രമാണ്. ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണുള്ളത്. അതിൽ ഒന്ന് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റേതും മറ്റേതൊരു ഇഷ്യൂവർ കമ്പനി എന്ന നിലയ്ക്കുള്ള ബന്ധമാണ്. തന്നെയുമല്ല, ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് റൈറ്റ്സ് ആണ് KSIDCക്ക് CMRലുള്ളത്. കാരണം അതൊരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ കമ്പനി ആക്ട് അനുസരിച്ച്. അതുകൂടാതെ തന്നെ ഇവർ അവസാനം പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അവരുടെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസിലോ മാനേജ്മെൻറ്റിലോ അവരുടെ കമ്പനിയുടെ കൺട്രോളിലോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല. പക്ഷേ എന്നിട്ടും ഞാൻ പറഞ്ഞതുപോലെ എന്തോ അധികാരമുള്ളത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ അവർ ഈ വിവരങ്ങൾ CMRനോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് എന്നിവർ പറയുമ്പോൾ കമ്പനി ആക്ടിലെ തന്നെ ചാപ്റ്റർ 9 അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നതിൽ സെക്ഷൻ 128(3) പറയുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്: The books of account or other books and papers maintained by the company within India shall be opened for inspection at the registered office of the company or at such other place in India by any director during business hours. അതായത് ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ബുക്സ്, രേഖകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിലുള്ള ഒരു ഡയറക്ടർക്ക് ഏത് സമയത്തും അവരുടെ പ്രവൃത്തി ദിവസം ഏത് സമയത്തും ഇതിനെപ്പറ്റി ചോദിക്കാം എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യം അവരോട് ചോദിക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടിയിട്ടില്ല, എന്ത് നടപടി എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ട് എങ്കിൽ KSIDCക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അവർക്കതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യത്തിനെ പറ്റി അവർ മിണ്ടിയിട്ടില്ല. അതൊരുപക്ഷെ മിണ്ടേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഈ ഭാഗം അവർ കോടതിയിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രി ഈ പറയുന്ന കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റ് സുതാര്യവും നിയമപരവുമാണ് എന്നൊക്കെ പറയുകയും തൻ്റെ കൈകൾ ശുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നതെല്ലാം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആവേശമുള്ള അണികളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ ഉപകരിച്ചേക്കാം. പക്ഷേ നമ്മുടെ മുന്നിൽ സംസാരിക്കേണ്ടത് വസ്തുതകളാണ്. ആ വസ്തുതകൾ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ KSIDCക്കോ CMRലിനോ ഒന്നും തന്നെ അനുകൂലമല്ല എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുത. ഈ കമ്പനീസ് ആക്ട് 2013 ചാപ്റ്റർ 16, ആ 16 പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ആ സെക്ഷനിൽ പറയുന്നത് എനി മെമ്പർ ഓഫ് എ കമ്പനി who complains that the affairs of the company have been or are being conducted in a manner prejudicial to public interest can approach the tribunal എന്നാണ്. ഏത് ട്രിബ്യൂണലാണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുണ്ട്, NCLTയെ സമീപിക്കാം. എന്ന് വെച്ചാൽ ഇവർ ചോദിച്ചിരിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണല്ലോ. ഈ CMRലുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിനെ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടുത്തെ പ്രശ്നം എന്നതിനെപ്പറ്റി അവിടെ ഒരു ഡയറക്ടറുള്ള KSIDC അവരോട് വിശദീകരണം ചോദിക്കുന്നു. അപ്പോൾ അത് വിശദീകരണം ചോദിക്കുന്നത് നിയമപരമാണ് എന്നും അതിനുള്ള അവകാശാധികാരങ്ങൾ അവർക്കുണ്ട് എന്നും അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു പൊതുതാൽപര്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുകയും അവർ ഈ NCLT അപ്രോച്ച് ചെയ്യാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണ്. അവരുടെ ചുമതലകൾ അവർ ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്നത് ഏത് കമ്പനിയെ പറ്റിയാണ്? CMRൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡയറക്ടറുള്ള KSIDCയെ പറ്റിയാണ്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന, ഒന്നിലധികം IASകാരുള്ള, ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു സംവിധാനം, ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ സാധുതയെ അവർ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പറയാമായിരുന്നു ഇവിടെ മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്, മിസ്മാനേജ്മെൻ്റ് ആണെന്ന് ഇനിയിപ്പം വേറെ രീതിയിൽ അച്ചടിച്ച് അവർക്ക് കൊടുത്തെങ്കിലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് ഞങ്ങളുടെ ബിസിനസ്സിലെ ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കാര്യത്തിന് പോവുകയും അതല്ല, അത് ക്രമക്കേടാണ്, അത് നിങ്ങൾ അതിനുള്ള തുക അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് ലീഗലായിട്ടുള്ള ഒരു ആക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമല്ല. ആ നിലയൊക്കെ എന്നേ കഴിഞ്ഞു. അങ്ങനെ ഒരു നില ഉണ്ടായിരുന്നു പോലുമില്ല. കാരണം ഇത് പൊതുവേ നമ്മുടെ പൊതുമധ്യത്തിലേക്ക് ഈ സാധനം വരുന്നത് തന്നെ ഇത് ഒരു കണ്ടെത്തലായിട്ടാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇത്രയും നാൾ എടുക്കാതിരിക്കുകയും ഈ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുക പോലും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ KSIDCയുടെ ഭാഗത്ത് നിന്ന് ന്യായമായിട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവില്ലേ? അപ്പോൾ അത് വീഴ്ചയാണോ അതോ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചാൽ ഈ മണ്ടന്മാരെ അല്ലല്ലോ ഇവിടെ ജോലിക്ക് വയ്ക്കുക. അവിടെ ഒരു ഡയറക്ടറെ വെക്കുകയാണെങ്കിൽ ആ ഡയറക്ടർക്ക് എന്താണ് ഡയറക്ടറുടെ ഉത്തരവാദിത്തം എന്നറിയാമല്ലോ.